അതെ അതെ, അത് പറഞ്ഞാൽ ശരി. താൻ എന്താ ഇങ്ങനെ താമസിച്ചു വരുന്നത്? ഈ വേലൊന്നും ഇവിടെ പറ്റിയതല്ലോ കേട്ടോ. ഇവിടെ പറ്റില്ല. പിന്നെ എന്തെങ്കിലും വെളിയില വെച്ച് കണ്ടോ സാറേ ഒരുത്ത് മരുന്ന് സമയം? എന്താണ് എന്താ താമസിച്ചത്? താമസിച്ചെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ താമസിച്ചുണ്ട്. അതിന് വൈകുന്നേരം വിടുമ്പോ 2 മണിക്കൂർ നേരത്തെ വിട്ട കറക്റ്റ് കണക്കെഴുതിക്കുക. ഇവനാള് കൊള്ളാമല്ലോ. വലിയ മോശമൊന്നും കഴിഞ്ഞു കേട്ടോ. എനിക്ക് ജോലിയുണ്ട്, സംസാരിക്കുന്ന സമയത്ത്. മുതലാളിക്ക് ഓരോരുത്തരെ കിട്ടുന്നതേ. മാലതിയെ പിടിച്ചെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കൊള്ളുന്നുണ്ട്. ഉത്തരം പറയാൻ ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ. മാലതി പറയേണ്ട ഉത്തരം മറ്റൊരാൾ പറഞ്ഞു പോരല്ലോ. മറ്റൊരാളുള്ളപ്പോൾ മാലതി പറയുന്നതിന്റെ അർത്ഥം അർത്ഥം ഇതാ നിൽക്കുന്നു. പുഷ്പ, എനിക്ക് ചോദ്യം ഉത്തരവുമല്ല. മധു, നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. മാലതി എന്റെ ജീവനായിരുന്നു. പക്ഷെ ഇപ്പോൾ മധു, അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. വാസുമുതലാളി എന്റെ ആരുമല്ല. ഞാൻ കുടുംബം പുലർത്താൻ വേണ്ടി ജോലി തേടി ഒരു ദിവസം സാർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ജോലിക്കാരെ ആവശ്യമേ ഇല്ല. പിന്നെ MLA പറഞ്ഞയച്ചതുകൊണ്ട് ആട്ടെ, പുഷ്പയ്ക്ക് എന്ത് ജോലി ചെയ്യാം? ഞാൻ എന്ത് ജോലിയും ചെയ്യാം സാർ. ഓഹോ, ഞാനൊരു പ്രത്യേക ജോലി തരാം. എന്റെ സഹോദരിയുടെ മകളായി പുഷ്പയ്ക്ക് അഭിനയിക്കാമോ? ശരി സാർ. എന്റെ ഒരു അടുത്ത സ്നേഹിതൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവളില്ലാതൊരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അയാളിപ്പോൾ. എന്റെ മാനേജരും ആ പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലാണ്. അവരെ തമ്മിൽ അകറ്റാതെ അയാൾക്ക് അവളെ കിട്ടില്ല. അവൾക്കും അവളുടെ കുടുംബത്തിനും നന്മ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒപ്പം എന്റെ സ്നേഹിതന്റെ ജീവിതവും. ഇക്കാര്യത്തിൽ പുഷ്പയ്ക്ക് എന്നെ സഹായിക്കാമോ? അതിന് ഞാൻ എന്ത് ചെയ്യണം സാർ? നന്നായിട്ട് അഭിനയിക്കണം. കഴിയുമോ? മാസം 300 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഈ അഭിനയം നടത്തി. പുഷ്പേ, ഇത് സത്യമാണോ? സത്യം. ഇത് ഒരഭിനയമല്ലല്ലോ. അല്ല, അഭിനയിച്ച് ഞാൻ മധുവിനെ അറിയാതെ സ്നേഹിച്ചു പോയി. പക്ഷേ മധുവിന്റെ മനസ്സിൽ മാലതി മാത്രമായിരുന്നു. എന്നോട് സ്നേഹമില്ലെങ്കിലും ഞാൻ സ്നേഹിച്ച പുരുഷൻ വേദനിക്കാൻ പാടില്ല. മാലതി മധുവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും ആ തെറ്റിദ്ധാരണ മാറ്റൂ. ചേട്ടാ, ഇനിയിപ്പോ ഒരുപക്ഷെ മുതലാളിയുടെ അസുഖം മാറി മുതലാളി ഇവിടെ തിരിച്ചു വന്ന് ഇവളുടെ ഈ വിവരം കൂടിയും കേട്ട് അച്ഛന്റെ എന്റെ ജോലി പോയതല്ലേ. പിന്നെ പഴയ പശ്ചാത്തലമായിട്ട് അങ്ങനെ നടക്കാം. മുതലാളി കല്യാണാലോചനയായിട്ട് വരും, ജോലിക്കാരൻ പ്രേമമായിട്ട് വരും. ഇനി ഇവിടെ കല്യാണാലോചനയായിട്ട് അങ്ങ് വന്നാലുണ്ടല്ലോ, അടിച്ചവന്റെ മുട്ടുകാലി എന്റെ സമ്മതത്തോട് കല്യാണം നടത്താം. ഇനി എന്റെ സമ്മതത്തോടു കൂടി കല്യാണം നടത്ത്. ചേട്ടന് ധൈര്യമുണ്ടോ? വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഈ വിവാഹം നടക്കില്ല. ഓഹോ, അപ്പൊ നമുക്ക് നാളെ തന്നെ രജിസ്റ്റർ കല്യാണം കഴിക്കാം. നിനക്ക് ധൈര്യമുണ്ടോ? നിങ്ങളൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പെണ്ണിനാവും കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ നടത്തി. തുകഞ്ഞ കൊള്ളി പുറത്ത് അവളെ ഞാൻ അന്നേ ഉപേക്ഷിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞാൽ മതി.
എന്റെ മോനുണ്ടാക്കി കൊടുത്ത ജോലിയാ. അത് തിരിഞ്ഞ് ഞങ്ങളെ തന്നെ കുത്തി. അതാ പറയുന്നത് ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുത്. ഏതായാലും ഇത് അധികം കാലം നീണ്ടു നിൽക്കില്ല. അവന്റെ ലക്ഷണം തന്നെ പെശക. അവൻ ഈ നാട്ടിൽ കൂടി ഈ റോട്ടെ കുത്തുപാള എടുത്ത് തെണ്ടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. പ്രൊഫസർ രാഘവനായി പറയുന്നത്. ചേട്ടാ, മാലതി, ഇന്ന് നിന്റെ അച്ഛൻ എന്റെ നേരെ കാർക്കിൽ തുപ്പി. ചേട്ടൻ ഞാൻ കാരണം എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു. ചേട്ടാ, മറ്റെവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിച്ചൂടെ? നമ്മളെ സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാതെ ഒളിച്ചോടി പോകുന്നത് തീർത്തുമല്ല മാലതി. ചേട്ടന് മുതലാളിയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ? ധൃതി വെക്കാതെ മാലതി, സമയമാവുമ്പോ എല്ലാം തുറന്നു പറയാം. ചേട്ടൻ വേദനിക്കുന്ന കാണും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാലതി എന്റെ അടുത്തുള്ളപ്പോ ഞാൻ എന്ത് വേദനയും സഹിക്കും. വണ്ടിയുടെ എവിടെ പോകുന്നു? ബംഗ്ലാവിലേക്ക്. കാർ ചെക്ക് ചെയ്താണോ? അല്ല. ഡിക്കി തുറക്ക്. ഡിക്കി തുറക്കാൻ. കാറകത്തേക്ക് എടുക്കൂ. വാച്ച്മാൻ, സ്റ്റോർ കീപ്പറുടെ ഓഫീസിലേക്ക് വരാൻ പറയൂ. എന്താ തോമ? ആ പോക്കിട്ടില്ലേ? ഫാക്ടറിയുടെ പുതിയ അധികാരി എല്ലാത്തിനും പിരിച്ചുവിടാന്നാ തോന്നുന്നത്. പിരിച്ചുവിട്ട് മുതലാളിയും വിഴുങ്ങും. ഇവന്റെ കാര്യമുണ്ടല്ലോ, ഞാൻ ചുണ്ണാമ്പ് തൊട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നീ പേടിക്കണ്ട. എന്നോട് ജോലിക്കാരെന്ന് പറഞ്ഞിട്ടാ? താനല്ലേ ഇവിടുത്തെ സ്റ്റോർ കീപ്പർ? സാറത് ഇപ്പോഴാണ് അറിയുന്നു. കൊടുക്കുമ്പോൾ തോമയല്ലേ ഇവിടുത്തെ സ്റ്റോർ കീപ്പർ? തോമ, സ്റ്റോറിൽ നിന്നും പെയിന്റ് മറ്റും കണക്കിൽ കാണിക്കാതെ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്ന വണ്ടിയിൽ വന്നത്? അത് വണ്ടിയിൽ കൂടെ വെച്ചോടി ഓടിക്കണം. സാറേ, ഈ സ്ഥാപനം ഉണ്ടായ കാലം മുതൽ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നവരാണ്. ഇതിന്റെ ഉയർച്ചയുടെ ഓരോ തട്ടിലും ഞങ്ങളുടെ രക്തത്തിന്റെ മണമുണ്ട് സാർ. അങ്ങനെയുള്ള ഞങ്ങൾ ഇന്ന് കള്ളന്മാരായല്ലേ? എടോ, പ്രസംഗിക്കാൻ ഇത് മൈതാനമല്ല. തന്റെ കയ്യിൽ സ്റ്റോർ താക്കും, പിന്നെ താൻ അറിയാതെ ആ പെയിന്റ് എങ്ങനെയാ വണ്ടിയിൽ വന്നു? ഓഹോ, തെളിവുകൾ കാണിക്കുകയല്ലേ? സ്റ്റോറിന്റെ ഒരു താക്കോൽ സാറിന്റെ കയ്യിലല്ലേ? അത് വെച്ച് തുറന്നാലും സ്റ്റോർ തുറക്കാൻ സാറേ. സമ്മതിച്ചിരിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് കേട്ടത്. പക്ഷേ ഒരു കാര്യം തീർച്ചയായും, നിങ്ങൾ 3 പേരും ഈ ഫാക്ടറിയിൽ ഇനി കാലെടുത്ത് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ സാറേ. തോമ, നീ ഇപ്പോ മുതലാളി വന്നിട്ട് എല്ലാം തീരുമാനിക്കാം. ഞാൻ സംസാരിക്കുന്ന സാറിന് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ? 3 കുടുംബങ്ങളുടെ വൈകിട്ട് പഠിക്കുന്ന സാറിന്റെ നിസ്സാര കാര്യമാണ് അല്ലേ? ഇത് പഴയ രാജഭരണമൊന്നും അല്ല. ഇറങ്ങിക്കൂടെ പുറത്ത്. തലച്ചോളൂ. തോമ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? മുതലാളി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി സാറേ, കരുനാഗത്തിന് വേണ്ടി സാർ നോവിച്ചിരിക്കുന്ന ഓർത്തോളാം. വെല്ലുവിളി എനിക്കിഷ്ടമാണ്. താൻ പോ. വീട്ടിൽ കൊണ്ടുവയ്ക്കാം. അമ്മയുടെ കൊടുത്തേക്കാം. അച്ഛൻ കുറച്ചുകൂടി വേണ്ട. മുഴുവൻ മുഴുവൻ ഇഞ്ചിനാ. ഇതും കൂടി കിടക്കട്ടെ. ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് അറിയാമോ നിങ്ങളിങ്ങനെ മോഷ്ടിക്കുന്നത്? ഈ പണ്ടേ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അത്ര കൃത്യമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഓഹോ, എന്നാലേ നിങ്ങളെ ഇനി ഇവിടെ ജോലിക്ക് നിർത്തുന്ന ഒത്തില്ല. ബന്ധമൊക്കെ വേറെ.
നമ്മളൊന്നും ഒരു ബന്ധമില്ല. ബന്ധത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് പിരിച്ചു വിടുന്നതിന് മുമ്പേ അവിടുന്ന് പിരിഞ്ഞു പോയിക്കോളാം. പക്ഷേ പ്രശ്നമാകും. സംഭവം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അവകാശങ്ങൾ തരേണ്ടി വരും. ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, ബോണസ്, പ്രസവ ലീവ്. ഇതാണെന്ന് മിണ്ടായിരിക്കണം. ഇത് കണ്ടാ എടോ തന്നു താനിവിടെ ഞങ്ങൾക്ക് ചക്കാത്തിന് കാശ് തരുന്നതല്ല, ഈ ഇരുമ്പിനോട് എല്ലും കൂടിയ പണിയെടുത്തിട്ടാ ഞങ്ങൾ കാശ് മേടിക്കുന്നത്. എന്ത് വെള്ളിരിക്കാൻ പറ്റണോ? ബ്രിട്ടീഷുകാരുടെ കാലം. സഖാവേന്ന് വിളിച്ച് സംസാരിക്കണം. ഇന്ന് അവനെ പിരിച്ചു വിട്ടു, നാളെ എന്നെ, മറ്റൊന്ന് മുതലാളിയെ പിരിച്ചു വിടും അല്ലേ? നിങ്ങൾ എന്ത് ധരിച്ചാലും ശരി, കുറ്റം ചെയ്തത് ശിക്ഷിക്കപ്പെടും. വിശ്വാസവഞ്ചമായി ശിക്ഷിക്കപ്പെടും. ആര്യത്തിൽ ആചാരിച്ചും കളിച്ച് പിന്നെ നായ്ക്ക് മുറിവുറുപ്പുന്ന ഇത് എവിടെയെങ്കിലും കൊണ്ട് കൊട്ടാതെ കൊടുത്തൊന്നുമില്ല. നീ വാടാ. ഇല്ലെങ്കിൽ നമുക്ക് കള്ളവണ്ടി കയറാടാ. വാ. അനുഭവിക്കും അനുഭവിക്കും. ഞാനിന്റെ കുന്തത്തിന് കളിക്കി, ഈ ടിഫിൽ കൊണ്ട് കളിക്കി. എന്റെ പപ്പുന്ന് തുരുപ്പ് കാവറാണ്. ഞാൻ കാവർ അവിടെ കണത്തി വെച്ച്. അപ്പൊ അയാൾ പറയുന്നത് തുരുപ്പ് കാവറാണ്. അയ്യോ പപ്പു ക്ലെവറിനാ പറഞ്ഞേ. അയ്യോ തപ്പു ഞാൻ പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞത്. ക്ലെവറിന് പറഞ്ഞ ബുദ്ധി ഉണ്ടെന്ന് അർത്ഥം. എന്നാണ് സമ്മതിച്ചു. അത്തരം കാശിയ ഞാനേ കഴിച്ചു. എന്ത് എന്ത് ചെല്ലക്കുട്ടി ഞാൻ ജയിച്ചു. 2 രൂപ. നോ മണി. ഞാൻ മതി. ഞാൻ മണിയുടെ കാര്യം ചെയ്യുന്ന പപ്പു 2 രൂപക്ക് 5 രൂപ പോകണം. അന്ന് പിടിച്ചോ. 1 2 3 4 5 6 മകാമ കറക്റ്റ് അല്ലേ? ഓക്കെ. 14 16 16 16 പറഞ്ഞ 16 1 6 എത്രയാണ്? 16 വിളി 18. ലെഫ്റ്റ്. ലെഫ്റ്റ് ഡേറ്റ് എന്തത്? ലെഫ്റ്റ് അയ്യോ ഞാൻ വിട്ടു. വിട്ടോ? He seems so adamant. ഇത് എന്തൊരു പിന്നീട് തുരുപ്പ് പറഞ്ഞു. ഡെയ്മൻ കാണിച്ചപ്പോ ഡെയ്മൻ വാസായി എന്തത്? പപ്പു അടമെന്റ് എന്നാ പറഞ്ഞത്? അത് തന്നെയാണ് പറഞ്ഞത്. അയ്യോ എന്ന് വെച്ചാ നിർബന്ധം എന്നർത്ഥം. ആ നിർബന്ധം നിർബന്ധം. എനിക്ക് നിർബന്ധമുണ്ട് കാശ. തുരുപ്പ് പറഞ്ഞ് കളിക്കരുത് കേട്ടോ മോനെ. ഒന്നുമില്ല. You're looking very cheerful. Thank you, Daddy. 500 rupees, please, for the house. Oh, പപ്പു ഡാഡിക്ക് ഒരു 500 രൂപ കൊടുക്കാം. ഡാഡി ലുക്ക്. I have not a money. You have no money? No. Tell her. Is this your boyfriend? He says he got no money. He looks like a scrounger. Daddy, Ask him. 500 രൂപ കൊടുക്ക് പപ്പു. No, product is a wash out. You look me. What are you sitting here for if you got no money? What are you sitting here for if you got no money? Why not get out? Get out. You get out. No, you. ഞാൻ get out. പിന്നെ ഒരൊറ്റ കാര്യം, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഡാഡി പറയുന്നത് എനിക്ക് മനസ്സിലാണ്. യു സ്പീക്ക് ഐ നോ, സ്റ്റെല്ല സ്പീക്ക് ഐ നോ, സ്പീക്ക് ഐ നോ. പക്ഷെ ഒറ്റ കാര്യം, ആ മുഖത്ത് നോക്കിയിട്ട് കൺസൾട്ട് ചെയ്യരുത് കേട്ടോ. You get out. യു ഗെറ്റ് ഔട്ട്. ഞാൻ ഗെറ്റ് ഔട്ട് മിണ്ടല്ലേ. ഞാനിപ്പം ഗെറ്റ് ഔട്ട് ആയിരുന്നെങ്കിൽ അവരെ ജയിച്ചു കൂടെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും. കാശ് എനിക്ക് പുല്ലാണ്. കാശായിട്ട് കൂടെ അമ്മായി തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ വയ്ക്കാനൊന്നുമില്ല. വെക്കാനില്ലെങ്കിൽ വെക്കണ്ട. ഇന്ന് ഒരു ദിവസം കൂടെ ഒന്ന് വെക്കാതെ കഴിഞ്ഞു പോകില്ല. എന്റെ ഭാര്യ നിന്റെ കല്യാണം കഴിച്ചോ? ഇതുണ്ട്. ആരോട് എന്റെ കല്യാണം കഴിച്ചില്ല. അച്ഛാ, ഇവരുടെ ജാതി പ്രകാരം 2 മാസത്തെ ഹണിമൂൺ കഴിഞ്ഞതിന് ശേഷവും കല്യാണം കഴിക്കുള്ളൂ. അത് ഞങ്ങൾ ഇപ്പൊ പുറപ്പെടുകി. ബോംബെ, കൽക്കറ്റ, ഊട്ടി, കാശ്മീർ, മലപ്പുറം, കുണ്ടോട്ടി എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി ഹണിമൂൺ കഴിഞ്ഞതിന് ശേഷം മറിയിച്ചു. നീ പൊന്നാനി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ല കാലം. കുടുംബത്തിന്റെ സുഹൃത്ത്. ഇല്ല, വയ മലപ്പുറമാണ്. പിന്നെ കുറച്ച് പണം വേണ്ടി വരും. ഓ, പണം എത്രയാണ്? പപ്പു, യെസ് സ്റ്റെല്ല. who is this fellow? That man, I father. You are father. I can't believe it. എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല.
That's Indian father, general father. I see. My father. That means my father-in-law. Yeah. എന്റെ മോനെ പിടിച്ചതും പോരാ ഈ തന്തയും കൂടെ വേണോ? പപ്പു, who is this woman? My towel. My mother-in-law. Yes, yes. Hello. Stella, please. Okay, okay. പപ്പു, I am going. ഞാൻ പറഞ്ഞു വരാം. മുറിയിലോ? മുറിയിലോ? അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ഭാര്യ പിടിച്ച് വെളിയിലാക്കിയില്ല. അച്ഛാ ഞാൻ വരുന്നത്. ഈ പടി കൂടെ ഞാൻ കേൾക്കുകയില്ല. നീ അവളെ കൂട്ടിക്കൊണ്ടേ കൊച്ചി അമരാവതി പോയി. അമരാവതിയിലല്ല, കൊച്ചി പോയി ഷിപ്പിൽ കയറി.